ഒരു മദ്യഷാപ്പിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കുടിക്കാൻ വരുന്നവരും കറി എടുത്ത് കൊടുക്കുന്നവരും കൗണ്ടറിലിരിക്കുന്നവരും മുതലാളി എല്ലാം അടിച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ വല്ല ഗുണമുണ്ടോ? കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ സമൃദ്ധമാകുമ്പോൾ അതിനെ നേരിടേണ്ട ഭരണകർത്താക്കൾ, പോലീസ്, ജുഡീഷ്യറി, മാധ്യമങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ അവസ്ഥയാണ്. 13-ാം നമ്പർ മുറി ഒഴിവാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഹൈക്കോടതിയിൽ ജഡ്ജിമാർ 24 ജഡ്ജിമാർക്ക് മുറി കൊടുത്തപ്പം നമ്പർ ഇട്ട് വന്നപ്പോൾ 13 ഒഴിവാക്കി. 13നെ സംബന്ധിച്ചൊരു ക്രിസ്ത്യൻ അന്ധവിശ്വാസമാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ കേരളത്തിൽ അത്രയും അത് വ്യാപകമാകേണ്ട കാര്യമില്ല. എന്നിട്ട് പോലും വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതി അവർ ഒഴിവാക്കി. അപ്പോൾ സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഓഫ് ഇന്ത്യ ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഉത്തരവ് പാസ്സാക്കി. അപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പാസ്സാക്കിയപ്പോൾ ജഡ്ജിമാരാകെ നാണം കൊണ്ട് ചൂളിപ്പോയിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിക്കുന്നു. ഈ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ കുറിച്ച് കൂടുതൽ ഞാൻ പറയണ്ടില്ല. കൂടോത്ര, അഗർവാൾ, ഇങ്ങനെയൊക്കെയുള്ള ടീമുകളൊക്കെയാണ്. അവരാണ് വേറൊരാളെ കൊട്ടെ. എന്നാലും നിങ്ങൾ ഒട്ടും ശരിയല്ല. ഈ 13-ാം നമ്പറൊക്കെ എന്ന് പറഞ്ഞാൽ വല്ല ക്രിസ്ത്യൻ അന്ധവിശ്വാസം നമുക്ക് എടുക്കേണ്ട ഒരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേരളത്തിലെ ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ വളരെ ഭാവനാശേഷിയുള്ള ജഡ്ജിമാരാണ്. അവരത് അതേ സ്പിരിറ്റിൽ ഉൾക്കൊണ്ട് എന്നിട്ട് അവർ അത് മാറ്റി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മുറിയല്ലേ ഉള്ളത്. അതിനവർ 1A, 1B, 1B, 1C, 1F, എന്നിട്ട് 2A, 2B. ഇപ്പോൾ 13 ആവുന്നതിന് മുമ്പ് ഈ മുറികളുടെ എല്ലാം അവർ ചെയ്തു. ഇതൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ നമ്പറുകൾ.